ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 2 മൈനസ് സൈൻ എക്സ്. ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയൽ അല്ല, കാരണം സൈനും കോസും ഉള്ളത് കൊണ്ട്. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ അങ്ങനെയല്ലേ വരണ്ടേ. ഇവിടെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമാണ്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്താലോ. അതായത് ഈ സൈൻ എക്സ് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സൈൻ എക്സ് ടി ആവുമ്പോൾ ഡിനോമിനേറ്റർ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി ആവില്ലേ. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനാണ് പ്രിഫറൻസ്. സൈൻ ഇവിടെയും വന്നു, ഇവിടെയും വന്നു. നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ സക്സസ് ആവണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ടി കൊടുക്കാം, അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. നമ്മൾ ആർക്കാണോ ടി കൊടുക്കേണ്ടത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് അവിടെ സെപ്പറേറ്റ് വന്നിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ സക്സസ് ആവുള്ളൂ. ഇപ്പോൾ സൈൻ എക്സിന് ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവായ കോസ് എക്സ് ഡി എക്സ് അവിടെ ഉണ്ടാവണം. അതുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് തുടങ്ങുന്നത്. സൈൻ എക്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ സൈൻ എക്സിന് ടി കൊടുത്തു. നമ്മൾ ആർക്കാണോ ടി കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് എന്തായി മാറുന്ന പറഞ്ഞത്, ഡി ടി ആയി മാറും. അത് ഓർത്ത് വെച്ചേക്കണേ. സോ നമ്മളെ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും നോക്കിയേ. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് അല്ലേ, കോസ് എക്സ് ഡി എക്സ് ഡി ടി അല്ലേ. 1 ഡി ടി എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഡി ടിനെ നമുക്ക് 1 ഡി ടി എന്ന് എഴുതിക്കൂടെ. കോസ് എക്സ് ഡി എക്സ് ഡി ടി ആണ്, ന്യൂമറേറ്ററിൽ അതാണ് വന്നിരിക്കുന്നത്. ഡി ടി താഴെയാണെങ്കിൽ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി, 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി. നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാം. പോളിനോമിയൽ ബൈ പോളിനോമിയൽ, വണ്ണിനെയും കോൺസ്റ്റൻറ്റിനെയും നമുക്ക് പോളിനോമിയലായിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. പോളിനോമിയൽ ബൈ പോളിനോമിയൽ, ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ടി സ്ക്വയർ അല്ലേ, അത്രയും പവർ ഇല്ല ന്യൂമറേറ്ററിന്. അപ്പോൾ അതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ 1 ബൈ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടീനെ എങ്ങനെ എഴുതാം, എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാം. എയും ബിയും കാണണം അല്ലേ. ഇവിടെ ബി ബൈ സെക്കൻഡ് ഫാക്ടർ 2 മൈനസ് ടി ആണ് അല്ലേ. എയും ബിയും നമുക്ക് എങ്ങനെ കാണാം, അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു 2 മൈനസ് ടി പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് ടി. അറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇതായിരിക്കും റൈറ്റ് സൈഡിലെ ന്യൂമറേറ്റർ. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ 1 ആണ്. നമ്മൾ രണ്ട് സൈഡിലും ടിക്ക് 2 കൊടുക്കുക. എന്തിനാണ് ടിക്ക് 2 കൊടുക്കണതെന്ന് മനസ്സിലായോ. ടിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 മൈനസ് 2 വരും, അത് 0 ആയി പോവുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ ടിക്ക് 2 കൊടുക്കുമ്പോൾ ഇത് പോയി, ഈ ടേം വരും, ബി ഇൻറ്റു 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. റൈറ്റ് സൈഡ് ടി ഉണ്ടെങ്കിലല്ലേ ടിക്ക് 2 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ടി ഇല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ബി ഇൻറ്റു -1 1 ആവുമ്പോൾ ബി ഈക്വൽ ടു -1 കിട്ടും. അപ്പോൾ നമ്മളിവിടെ ടിക്ക് 2 കൊടുത്തിട്ട് ഇതിനെ 0 ആക്കിയല്ലേ. ഇനി വേറൊരാളുണ്ട് 1 മൈനസ് ടി, ഇതിനെ 0 ആക്കാൻ ടിക്ക് 1 കൊടുത്താൽ മതി. ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു, ഇവിടെ എ ഇൻറ്റു ടിക്ക് 1 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 വരും. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ടിക്ക് 1 കൊടുക്കുമ്പോൾ അത് 0 ആയി പോവും.
റൈറ്റ് സൈഡിൽ ടിക്ക് 1 കൊടുക്കുമ്പോൾ ടി ഇല്ലല്ലോ, ടി ഉണ്ടെങ്കിലല്ലേ ടിക്ക് 1 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ പകർത്തി. അപ്പോൾ നമുക്ക് എ ഈക്വൽ 1 കിട്ടും. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വന്നു? ഇതിനല്ലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിനല്ലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ടിയുടെ ടേമിലോട്ടാക്കി മാറ്റിയിരുന്നല്ലോ, ഇതിനല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/1 - t പ്ലസ് b/2 - t. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/1 - t പ്ലസ് b/2 - t. ബി എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ, അപ്പോൾ -1/2 - t dt എന്ന് വരും. ഇൻ്റഗ്രേഷൻ ഇങ്ങനെ വരും. 1/xൻ്റെ ഇൻ്റഗ്രൽ log x അല്ലേ, അതേപോലെ 1/1 - tയുടെ ഇൻ്റഗ്രൽ log 1 - t. പക്ഷെ കഴിഞ്ഞിട്ടില്ല, കാരണം ഇവിടെ ടിയുടെ കോഎഫിഷ്യൻ്റ് -1 ആണ്. എക്സിന് പകരം 1 + t 1 - t ഒന്നും പ്രോബ്ലം ഇല്ല, സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം എഴുതി. പക്ഷെ കോഎഫിഷ്യൻ്റ് എപ്പോഴും നോട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതിയതിന് ശേഷം കോഎഫിഷ്യൻ്റ് നോക്കണം വേരിയബിളിൻ്റെ. ടിയുടെ കോഎഫിഷ്യൻ്റ് -1 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ -1 ഇൻറ്റു എന്നാണ് അല്ലേ, -1 ആണ് അടുത്തത്. മൈനസ് ഓഫ് അല്ലേ, മൈനസ് ഓഫ്. ഈ മൈനസ് സൈൻ ഞാൻ ആദ്യമേ തന്നെ എഴുതി. ഇനി 1/2 - tനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതും 1/x ഫോമാണ്. 1/2 - tയുടെ ഇൻ്റഗ്രൽ log 2 - t ബൈ ടിയുടെ കോഎഫിഷ്യൻ്റ് -1 ആണല്ലോ, അപ്പോൾ -1 എഴുതി പ്ലസ് സി. ഇവിടെ ഈ മൈനസും പ്ലസ് ആവില്ലേ, ഞാൻ ഓർഡർ ഒന്ന് മാറ്റിക്കോട്ടെ. മൈനസ് പ്ലസ് ആവും, log 2 - t ആയി. പിന്നെ ഇവിടെയാണെങ്കിൽ 1/-1 എന്നുള്ളത് -1 ആവും, അതായത് മൈനസ് വരും. log 1 - t പ്ലസ് സി വരും. ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പോവാണ്. log a/b ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ? log a - log b ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ. തിരിച്ചും പഠിക്കണം കേട്ടോ, റിവേഴ്സായിട്ട് അറിയണം. log a - log b വന്നാൽ എന്ത് എഴുതണം? log a/b എന്ന് എഴുതണം. അപ്പോൾ ഇത് log a - log b ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതണം? log a/b എന്ന് എഴുതണം. 2 - t/1 - t പ്ലസ് സി. ഒരു സിംഗിൾ മോഡുലസ് ഉപയോഗിച്ചാൽ മതി. log a/b 2 - t/1 - t. ടി എന്താണെന്ന് ഓർമ്മയുണ്ടോ? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ആണ്. ഇപ്പോൾ 2 - sin x ഡിവൈഡഡ് ബൈ ടിക്ക് പകരം sin x കൊടുക്കുകയാണ്. 1 - sin x പ്ലസ് സി. ഇതാണ് ആൻസർ.